പോവല്ല സുഖം. ഓളും പോയി. രാജൻ ഇമ്മാരി വൃത്തിയുടെ പരിപാടി ഇങ്ങോട്ട് കളിക്കണ്ടേനി. നല്ല അന്നക്ക് കാണിക്കല്ലേ പിന്നെ അപ്പൊ വൃത്തിയിട്ടത് കാര്യം പറ ഗുരു. അല്ല രാജനല്ല പറഞ്ഞത് അമ്പലത്തിൽ ചോറ് എടുക്കണ്ടേന്ന്. ഞാൻ അമ്പലത്തിൽ പോയപ്പോ ഒരു ചോറുമില്ല ചാറുമില്ല. ഞാനൊരു തള്ളുകള്ളേനി വയസ്സാങ്കാലത്ത് അടുമണ്ടി പോണ്ട വല്ല കാര്യം ഉണ്ടേനിയോ? അപ്പൊ രാജൻ കള്ളം പറഞ്ഞതാലേ. ഞാൻ ഇതുവരെ ഒന്നും തിന്നിട്ടില്ലേ രാജൻ. ഞാൻ പട്ടിണിയാ രാജൻ, പട്ടിണി. പട്ടിണിയാന്ന് പറഞ്ഞിട്ട് ബോംബെ മിഠായി തിന്നാനുള്ള വരവ്. അല്ല ബോംബെ മിഠായി. ഇത് ബോംബെ മിഠായി എന്നല്ല, ഇതിന്റെ താടിയാണ്. നോക്ക്. ഓ താടിയായിരുന്നോ? ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. രാജൻ എനിക്ക് 15,000 രൂപ തരാ. എന്തിനാണ് ഗുരു? എനിക്കൊരു ഫോൺ വാങ്ങാനാണ്. പൈസ തരൂല. അതെന്താ രാജൻ തന്നാൽ? അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കൊണ്ട് പെൺകുട്ടിക്ക് ഇവിടെ ശല്യം. ഇനിയിപ്പോ ഫോണും കൂടി വാങ്ങി തന്നിട്ട് വേണം ശല്യം കൂടെ. ഇനിയിപ്പോ പൈസ കിട്ടാൻ എന്തൊരു വഴി? അയ്യോ രാജൻ എനിക്ക് ഭയങ്കര പല്ല് വേന. എനിക്ക് പൈസ തരുമോ? ഒരു 5,000 രൂപ മതിയാവോ? ഓയ്യോ രാജൻ അത് പോരാ, 15,000 തന്നെ വേണം. ഞാൻ എപ്പെടുത്തുണ്ടോ കേട്ടോ. കിട്ടിപ്പോയി. ഈ രാജനൊരു മോയ തന്നെയുള്ള. തന്നോളൂ രാജൻ. ഇതെന്താ പ്ലാൻ? അതെന്തിനാ എനിക്ക്? അല്ല വേദനയുടെ പല്ല് ഇങ്ങോട്ട് പറിച്ചെടുത്താ. അയ്യോ രാജൻ എന്റെ പല്ല് വേന പോയി. അപ്പൊ കള്ളം പറഞ്ഞില്ലേ കിളവൻ? അതും കണ്ടുപിടിച്ചു. രാജൻ നമ്മളെ കൊട്ടാരത്തിന് എന്തോ ആപത്ത് വരാൻ പോകുന്നു. ആപത്തോ? ആ നോക്കൂ, ചതുരപക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. ചതുരപക്ഷികള്? അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ പട്ടം പറപ്പിക്കണോ? ആണീ കൊട്ടാരം മുടിപ്പിക്കാണ്ട് വന്നൊരു കുരു. രാജൻ എന്റെ കോമക്കൊണ്ടും കാണണില്ല. ആ ഹോമകൊണ്ടൊക്കെ ഞാൻ എടുത്ത്. എന്തിനാ രാജൻ, പൂജക്കാണോ? പൂജക്കൊന്നല്ല, നാളെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ വൈകുന്നേരേ ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഗുരു വന്നാ ഗ്രില്ല് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് കാണിച്ചരാ. അല്ലാതെ ചിക്കനെങ്ങാനും തൊട്ടാ ഈ താടി ഞാൻ കത്തിച്ചളി കേട്ടറാ. അപ്പൂവൻ താടിയേ. മഹാരാജൻ വിജയിക്കട്ടെ, മഹാരാജൻ വിജയിക്കട്ടെ. ഒട്ടൊക്കെ കേട്ട നാട്ടുകാർ ചരിക്കാൻ കഴിഞ്ഞ ലക്ഷം തോറ്റുപോയിന്ന്. രാജൻ നമ്മളെ നാട്ടിൽ എല്ലാരും പട്ടിണിയാണ്. അതുകൊണ്ട് നമുക്കൊരു മനുഷ്യ കുരുതി നടത്തണം. ആണോ? ഈ നടത്തിക്കളയാം. നാളെ രാവിലെ ഗുരു ഒന്ന് അമ്പലത്തിലേക്ക് വരണം. എന്തിനാ രാജൻ, പൂജയ്ക്കാണോ? പൂജയ്ക്കൊന്നല്ല, നാളെ നിങ്ങൾ തന്നെ എന്നെ ഗുരുതി എടുക്കാൻ പോകുന്നേ. അയ്യോ രാജൻ എനിക്ക് കുരുതി എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര പേടിയാണ്. 60 വയസ്സായി കിടന്ന് ശീലാമ്മ കളിക്കുന്നുണ്ട്. രാജൻ എന്നെ കളിയാക്കണ്ട. നോക്ക്, ഇതൊരു മാന്ത്രിക ഭസ്മമാണ്. ഇത് ഒരാളെ മേലിട്ട് കഴിഞ്ഞാൽ ആട് മനുഷ്യനാവും, മനുഷ്യനാട് പോവും. ആണോ? ഞങ്ങളെ ഇങ്ങനെ തലയിലൊന്ന് ആദ്യം പോയിട്ട് മനുഷ്യനായിട്ട് വാ. ചുമ്മാ മുട്ടനാടിന്റെ രൂപവും ആട്ടുംകാടത്തിന്റെ മുഖമായിട്ട് വന്നിക്കണു. നമുക്കുണ്ടല്ലോ യുദ്ധം ചെയ്യാൻ ഭയങ്കര ഒരു മൂഡ്. അതിനാരും വരുന്നില്ലല്ലോ രാജൻ. നമ്മെ പേടിയായിട്ടായിരിക്കാം. പേടിയായിട്ടൊന്നല്ല, ആരും അറിയില്ല. അറിയില്ല? ആരും അറിയില്ല. ശരിക്കും അറിയില്ല? അപ്പൊ പറയാ ചെയ്യണ്ടേ? ഒരു വീഡിയോ ചെയ്തിട്ടാ എല്ലാ രാജാക്കന്മാരും കാണുകയും ചെയ്യും, ഇവിടെ യുദ്ധത്തിന് വരും ചെയ്യും. ആണേ, നമുക്ക് ആ വീഡിയോ ചെയ്തളയാ. ഓക്കെ. സബാഷ്, ഡാൻസ് കൊള്ളാമായിരുന്നു. 100 സ്വർണ്ണപ്പടം. ശരി രാജൻ. ഞാനല്ലേ രാജാവ്, നീ മാറണോ? നമുക്ക് യുദ്ധം ചെയ്യാൻ മറ്റുള്ള രാജാക്കന്മാരുടെ അടുത്തേക്ക് പോകാം. അതിനാരും വരുന്നില്ലല്ലോ രാജൻ. നിങ്ങളിപ്പോ ഈ വാളെ അതിന് വേണ്ടട്ടോ. നിങ്ങളിപ്പോ കളിച്ച ഡാൻസ് ഇല്ലേ, അവിടെ പോയി കളിച്ചാൽ മതി. രാജാക്കന്മാരൊക്കെ തല തല്ലിച്ചത്തോളും. റിയലി? എക്സാക്ട്ലി. ഒരു മോയ രാജാവ്. ഞാൻ പോവാ. പോവല്ല ഗുരു. ഞാൻ